ഹായ് കൂട്ടുകാരെ, അങ്ങനെ കുറച്ച് നാളുകൾക്ക് ശേഷം ഞാൻ പുതിയൊരു വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് വന്നിരിക്കുന്നത്. അതും ഒരു കരിഞ്ഞ വീഡിയോ ആണോ എന്നാരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഇത് നമ്മുടെ കരിഞ്ഞ സമ്മറിൻ്റെ അവസ്ഥയാണ് ഈ കാണുന്നത് കേട്ടോ. മനുഷ്യർക്ക് പോലും സഹിക്കാൻ പറ്റാത്ത ചൂട് എങ്ങനെയല്ലേ 24 മണിക്കൂറും പുറത്ത് നിൽക്കുന്ന ഈ ചെടികളെ സഹിക്കുക. നമ്മുടെ കുവൈറ്റിലെ സമ്മറിൻ്റെ അവസ്ഥ ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. എന്തായാലും ഇപ്പോൾ മാറ്റത്തിൻ്റെ സമയമാണ്. സമ്മർ മാറി നമ്മൾ വിൻ്ററിലേക്ക് കിടക്കുകയാണ്. കരിഞ്ഞ ആളുകളെയൊക്കെ പറിച്ചു കളഞ്ഞ് പുതിയ ചെടികളിൽ നിന്ന് മുറിച്ച് നട്ടും പറിച്ചു നട്ടും ഒക്കെ ആയിട്ട് നമുക്കിനി ഒരു പുതിയ ഗാർഡൻ തന്നെ ഉണ്ടാക്കിയെടുക്കണം. നമുക്കെന്ന് ഞാനൊരു ഭംഗിവാക്കായിട്ട് പറഞ്ഞതാണ് കേട്ടോ. ഈ ഡിപ്പാർട്ട്മെന്റ് അമ്മയുടെ മാത്രമാണ്. ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നതല്ലാതെ ഇതിൻ്റെ എല്ലാ ഹാർഡ് വർക്കും ചെയ്യുന്ന ആള് അമ്മ തന്നെയാണ്. ഞങ്ങളെല്ലാവരും ജോലിക്ക് പോയി സ്കൂളിലേക്കൊക്കെ പോയി കഴിയുമ്പം അമ്മ ഒറ്റയ്ക്കല്ലേ. അമ്മയുടെ കമ്പനിയാണ് കേട്ടോ ഈ കാണുന്ന ചെടികളെല്ലാം. അടുത്ത സമ്മർ ആകുമ്പം ഇതെല്ലാം പോകുന്നറിയാം. എങ്കിലും വളരെ സന്തോഷത്തോടെയും ഇഷ്ടത്തോടെയാണ് അമ്മ ഇതിലെ ഓരോ കാര്യങ്ങളും ചെയ്യുന്നത്. എല്ലാ വർഷവും ചൂട് തുടങ്ങുന്നതിന് മുന്നേ അമ്മ ഓരോ ഗ്രൂപ്പിൽപ്പെട്ട ചെടികളുടെ ഓരോ തൈകളും വീടിൻ്റെ അകത്തേക്ക് കയറ്റി വെക്കും കേട്ടോ. കാരണം അടുത്ത വിൻ്ററിലേക്ക് ഇവരെ പുറത്തേക്ക് എടുക്കണമല്ലോ. അവരെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഓരോ ഗ്രൂപ്പിൽ നിന്നും ഓരോ ആളുകൾ അകത്തേക്ക് കയറുന്നത്. അങ്ങനെതാ നമ്മുടെ സമ്മറിനെ പേടിച്ച് അകത്ത് കയറിയ ആളുകളെയൊക്കെ അമ്മ പതിയെ പുറത്തേക്ക് ഇറക്കി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇതിനൊക്കെ പുറമെ ഈ സീസണിൽ നമുക്ക് കൂടുതൽ ഇവിടെ കിട്ടുന്ന ടേബിൾ റോസ് നട്ടുവെക്കുന്ന പരിപാടിയാണ് ഇപ്പം നിങ്ങൾ കാണുന്നത് കേട്ടോ. നട്ടുവെച്ചാൽ മാത്രം പോരാ, ഇതിനെല്ലാം കുറെ ശത്രുക്കളിൽ നിന്ന് നമ്മൾ രക്ഷിക്കുകയും വേണം. പൂച്ച സാറുമാരുടെ ശല്യം വളരെ അധികമാണ് ഇവിടെ. ഇവർ വന്ന് ചട്ടി തട്ടിയിടാതിരിക്കാൻ വേണ്ടിയിട്ട് കമ്പി വെച്ചിട്ട് കെട്ടുന്ന പരിപാടിയാണ് കേട്ടോ ഇപ്പം ഈ കാണുന്നത്. എന്തായാലും ചെടി നടലും പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോൾ ദാ നമ്മുടെ ഗാർഡൻ ഇതുപോലെ ആയിട്ടോ. കുവൈറ്റിലെ ക്ലൈമറ്റിനനുസരിച്ചിട്ട് ഇതുപോലൊരു ഗാർഡൻ സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമൊന്നും അല്ല കേട്ടോ. എന്തായാലും ഒരുപാട് പരിമിതികൾക്കൊക്കെ ഇടയിൽ നിന്നിട്ടാണ് ഞങ്ങളുടെ അമ്മ ഒരുപാട് സന്തോഷത്തോടെയും അതുപോലെ തന്നെ സ്നേഹത്തോടെയൊക്കെ ഈ ചെടികളെ പരിലാളിച്ചു പോകുന്നത്. വരും ദിവസങ്ങളിൽ പൂക്കളും പച്ചപ്പും ഒക്കെ ആയിട്ട് നമ്മുടെ ഗാർഡൻ കുറച്ചും കൂടെ ഭംഗിയാവട്ടെ കാണാനായിട്ട്. അപ്പോൾ എന്തായാലും ഈ ഒരു കൊച്ചു വീഡിയോയും നമ്മുടെ ഗാർഡനും ഒക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.